ഇലക്ഷൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി. അബുൽ അല മൗദൂദിയുടെ ആശയം അനുസരിച്ചിട്ട് വോട്ട് ചെയ്യാൻ പാടില്ല, അതുപോലെ ഗവൺമെന്റ് ജോലി പാടില്ല, അള്ളാഹുവിന്റെ കീഴിൽ മാത്രമേ ഒരു വ്യക്തി ജോലി എടുക്കാൻ പാടുള്ളൂ, മറ്റൊന്നും പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കണം നമ്മൾ. എല്ലാത്തിന്റെയും അധികാരി പടച്ച റബ്ബായിരിക്കണം, മറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന്, സ്വീകരിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഓരോ മേഖലകളും പിടിച്ചാണ് ഇപ്പോൾ ഇവർ ഇന്ത്യ പിടിക്കാൻ വേണ്ടി ഇന്ത്യയെ താങ്ങി നിർത്തുന്ന തൂണുകളെ ഇവർ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സുഡിയോയ്ക്കെതിരായിട്ടുള്ള ഇവരുടെ ബഹിഷ്കരണം. കാരണം ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് മതപരമായ രൂപത്തിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുക. അവിടെ കാഫിറായിരിക്കരുത് രാജ്യം ഭരിക്കുന്നത്. സുഡിയോ ടാറ്റയുടേതാണ്. അതുകൊണ്ടാണ് കച്ചവട മേഖല ലുലുമാളിനെതിരെ എന്തുകൊണ്ടാണ് ഇവർ രംഗത്ത് വരാത്തത്? എല്ലാം ഉണ്ടല്ലോ അവിടെ, എന്താ വരാത്തത്? ആ കച്ചവടത്തിന്റെ ലാഭം കിട്ടുന്നത് നമുക്കാണ്, ഞമ്മന്റെ ആളുകളാണ് അതുവഴി രക്ഷപ്പെടുന്നത്. മനസ്സിലായോ? അതെ, ഇപ്പൊ ടാറ്റയ്ക്ക് സുഡിയോയ്ക്ക് ഫ്രീ ആയിട്ട് പരസ്യമായി ഇവര്. കാരണം ഇനി ഇവരെന്തെങ്കിലും കാണിച്ചെന്ന് കരുതി ടാറ്റയെ ഒന്നും അത് ബാധിക്കാൻ പോകുന്നില്ല എന്നത് വേറെ. പക്ഷെ ഇവരുടെ ഇന്റൻഷൻ മനസ്സിലായില്ലേ? ബലി പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് പുതിയ വസ്ത്രം എടുക്കാൻ വേണ്ടി സുഡിയോയിൽ പോകരുത്. അതുകൊണ്ട് എന്തു പറ്റി? അതുവരെ സുഡിയോയിൽ പോകാതിരുന്ന മുഴുവൻ ആളുകളും പോയി തുടങ്ങി. ഇപ്പൊ അബ്ദുള്ള കുട്ടി 299 രൂപയ്ക്ക് 2 ചെരുപ്പ് വാങ്ങി മാതൃകയായ ഒരു വാർത്തയുണ്ടെന്ന്. പെരുന്നാളിനെ ടാറ്റ സുഡിയോ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ രംഗത്ത് വന്നപ്പോൾ ആ ആഹ്വാനം അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടു, എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ. അബ്ദുള്ള കുട്ടി, പെരുന്നാളിന് ഷോപ്പിംഗ് നടത്തുന്ന ഒരാളല്ല ഞാൻ. കാരണം ഖാദി ഷർട്ടും മുണ്ടും ഓണത്തിനും ക്രിസ്തുമസിനും റിബേറ്റ് ഉള്ളപ്പോഴാണ് വാങ്ങാറ്. ഡിബേറ്റ് അതാണ് റിഡ്യൂസ് ചെയ്ത് കിട്ടാന്നായിരിക്കും, റിഡക്ഷൻ. ശരി, ഇത്തവണ ടാറ്റ സുഡിയോയിൽ ചെന്ന് ഒരു ചെരുപ്പ് വാങ്ങിച്ചു 299 രൂപയ്ക്ക്. അടിപൊളി ചെരുപ്പ്. ഞാൻ മുമ്പേ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് വൈറലായി, വളരെ പെട്ടെന്ന് തന്നെ വൈറലായി. കാരണം സുഡിയോ ആരുടേതാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു, അധികം ആർക്കും അറിയില്ലായിരുന്നു. സുഡിയോ എന്ന് കേട്ടപ്പോൾ അതിനെയും സുഡാപ്പികളുടേതാണോ എന്ന് സംശയിച്ച് എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾ വരെയുണ്ട്, ഒരുപാട് ആളുകൾ. അങ്ങനെ ഇതിനെ പ്രതികരിച്ച്, ഇതിനെതിരെയും അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ച് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ജോർജ് കുളങ്ങര ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. താനാണ് ലുലുമാള് നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീസ് വാങ്ങിക്കത്തില്ല എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്. പകരം ആ പൈസയും കൂടി മാളിലെ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പല ആളുകളും ഇത് മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ ആംഗിളുകളിലാണ്. ഒരുപാട് ആളുകൾ ലുലുമാളിലെ പാർക്കിങ്ങിനെ സംബന്ധിച്ചിട്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ള ബിസിനസ്സുകാര് പാർക്കിംഗ് ഫീസ് കൂടി ചേർത്താണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ ഉള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വർഷം പാർക്കിംഗ് ഇനത്തിൽ കിട്ടുന്ന വരുമാനത്തിനെ ഓരോ പ്രോഡക്റ്റിനും വിലയിട്ടാൽ പ്രശ്നം തീർന്നില്ലേ, പരാതിയും ഒഴിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു 50 പൈസ വെച്ച് ചിലപ്പോൾ പ്രോഡക്റ്റിന് കൂടും. ഇത് കസ്റ്റമേഴ്സിന് മനസ്സിലാകുമോ? അവർക്ക് പരാതി ഉണ്ടാകുമോ? മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഈ ട്രിക്കാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലുലുമാളിനെതിരെ ഇത്തരം പരാതികൾ ഉന്നയിച്ച് പല ആളുകളും പാർക്കിംഗ് സംബന്ധമായിട്ട് വന്നിട്ടും എവിടെയെങ്കിലും അത് നല്ല രൂപത്തിൽ വാർത്തകളായോ? ഇല്ല. നമ്മുടെ ഈക്കയാണ് താരം.
ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കിടയിൽ അന്തർധാര സജീവമാണ്. എതിർഭാഗം ആരാണ് എന്ന് നോക്കിയിട്ടു മാത്രമേ ഇവർ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യൂ. ഇപ്പൊ സുഡിയോയെ എതിർക്കുന്നത് ചില ബിസിനസ് ജിഹാദാണ്. അതാണ് ലോകം മുഴുവനും, ഇത് കേരളത്തിന്റെ മാത്രം കാര്യമല്ല, ഇന്ത്യയുടെ മാത്രം കാര്യമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാ ബിസിനസ് സംരംഭങ്ങളിലും നമ്മളിലേക്കു മാത്രം ചുരുങ്ങണം, തങ്ങളിലേക്കു മാത്രം പണം വരുന്ന സോഴ്സുകൾ ഒതുങ്ങണം. അങ്ങനെ വരുമ്പോൾ അമുസ്ലിങ്ങൾക്ക് അനങ്ങാൻ പറ്റാതെയാകും. അവർ സർക്കാർ സർവീസുകളിൽ മാത്രം എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന പണവുമായി നമ്മുടെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങി നമ്മളെ വളർത്തി അവരൊതുങ്ങിക്കൂടും. നമ്മളാണെങ്കിലോ വലിയ ബിസിനസ് മാഗ്നറ്റുകളായി വളർന്നുകൊണ്ടേയിരിക്കും. പിന്നീട് നമ്മൾ തീരുമാനിക്കും ഈ രാജ്യത്ത് എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന്. കയ്യും കാലും കൂട്ടിക്കെട്ടി വായയിൽ തുണി തിരികിയതുപോലെയാകും മറ്റു മതവിഭാഗങ്ങൾ. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഇവര് സ്റ്റുഡിയോ ബഹിഷ്കരിച്ചതല്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അന്നു മുതൽ ഇന്നുവരെ എന്നതുപോലെ ഇവർക്കിടയിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ കുടിയേറിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഹോംവർക്കുകൾ ഇവർ ചെയ്യുന്നുമുണ്ട്. ഇവര് സ്വപ്നം കണ്ട് മിണ്ടാതിരിക്കുന്നവരല്ല. ഇവർ ഉറക്കത്തിലല്ല സ്വപ്നം കാണുന്നത്, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി പതിറ്റാണ്ടുകളായി, അനേകം തലമുറകളായി ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഇവർ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. ഓരോ മേഖലകളിലായി സ്ലോ പോയിസൺ പോലെ ഇവര് വിഹരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുവരെ ഇത് തിരിഞ്ഞു കിട്ടാത്തത്. അതായത് തെരുവ് കച്ചവടങ്ങൾ നിങ്ങൾ കണ്ടോ? ആരാ ഏറ്റവും കൂടുതൽ തെരുവ് കച്ചവടങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഈ കോഴിക്കോട് SM സ്ട്രീറ്റിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ, നിങ്ങൾക്കറിയാം ആരാണെന്ന്. നിങ്ങൾ തിരുവനന്തപുരം ചാല മാർക്കറ്റിലേക്കൊന്ന് പോയി നോക്കിക്കേ, റൂബി നഗർ ഒന്ന് പോയി നോക്കാം. ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്ന വിഭാഗം ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി ഇവർക്ക് രാഷ്ട്രീയ പിൻബലങ്ങളുണ്ട്, മാൻ പവറുമുണ്ട്, മണി പവറുമുണ്ട്, മസിൽ പവറുമുണ്ട്, പൊളിറ്റിക്കൽ പവറുമുണ്ട്. ഇവര് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ വന്നു നിൽക്കും. ഇപ്പോ ഈ കോഴിക്കോട് മേഖല തന്നെ നോക്കിയാല് എല്ലാ മേഖലകളിലും അവരാണ്. മുമ്പ് ഞാൻ കൊടുത്ത ഒരു പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 2 പേര് വന്നിരുന്നു ഇവിടെ. അതിലൊരു സ്ത്രീ മുസ്ലിമാണ്, പോലീസാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനും മുസ്ലിമാണ്. അങ്ങനെ ഞങ്ങള് സൗഹൃദ സംഭാഷണങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇപ്പം മുസ്ലിം പെൺകുട്ടികളൊക്കെ നല്ല വിദ്യാസമ്പന്നരാകുന്നുണ്ട്, അവരൊക്കെ ഇപ്പൊ എല്ലാ ഔദ്യോഗിക തലങ്ങളിലും കയറുന്നുണ്ട്. ഇപ്പൊ വനിതാ പോലീസിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് നിന്ന് പരീക്ഷ എഴുതിയിരിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. സ്പോർട്സ് നോക്ക്, ആർട്സ് നോക്ക്, എല്ലാ മേഖലകളിലും ഒരു കോഫിഡോ, എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുന്നു. കയറണം, അവര് വളരണം,